നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കാഴ്ചപരിമിതിയുള്ളൊരു ദമ്പതികളും അവരുടെ 2 കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതായ വാർത്ത വന്നു. ശ്രീ പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് അധികം നാളായില്ല. അതിദാരിദ്ര്യം നീക്കം ചെയ്തിട്ടില്ല എന്ന ഇതിൻ്റെ ടെസ്റ്റിമണിയാണ് ഈ മരണം. കയറിക്കിടക്കാൻ കിടപ്പാടവുമില്ല, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കൊടുക്കാനുള്ള കെൽപ്പുമില്ലാതെയും പൊതുസമൂഹത്തിനുള്ള വിശ്വാസവും നഷ്ടപ്പെട്ട് കയ്യിൽ പെൺകുഞ്ഞുണ്ട്, ഒരു കൈക്കുഞ്ഞും കണ്ടു. അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. പൊതുസമൂഹത്തിലുള്ള വിശ്വാസവുമില്ല. കാരണം പോലീസ് അവർക്ക് ഒരു വാടക വീട് ഒരുക്കി, എന്നിട്ടും എത്ര കാലം ഇത്, അല്ലെങ്കിൽ അവിടെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണോ എന്നൊരു ഭയമോ അത്തരത്തിലുള്ള അനുഭവങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടായിക്കാണാം. അത് ബഹുദൂരം മുന്നോട്ട് പോകില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. അവർ തൊഴുതിട്ടാണ് വരുന്നത്. ഭഗവാൻ ഗുരുവായൂർ പോയി തൊഴുതു, അല്ലെ മറ്റ് അമ്പലങ്ങളിൽ പോയി തൊഴുതു. ഭഗവാനൊക്കെ കണക്കില്ലാത്ത സ്വത്താണ്. അവിടെ കൊണ്ടുപോയി ആൾക്കാർ ഇടുന്നത് കണക്കില്ലാത്ത സ്വത്താണ്. പള്ളിയിൽ കൊണ്ടിടുന്നത് കണക്കില്ലാത്ത സ്വത്താണ് വഴിപാടായി കൊടുക്കുന്നത്. ഇത്തരക്കാർക്കൊന്നും കൊടുക്കാൻ ആർക്കും മനസ്സില്ല. പൊതുബോധത്തെ നവീകരിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. സാമൂഹ്യക്ഷേമ വകുപ്പ് വളരെ ഇനർട്ടാണ് കേരളത്തിലെ എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും തെളിഞ്ഞു നമ്മോട് പറയുന്നത്. വേണ്ട രീതിയിൽ ഗൃഹസന്ദർശനം നടത്തുന്നില്ല. ആരൊക്കെ നമ്മൾ എപ്പിയറൻസിൽ നിന്ന് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓരോ വീട്ടിലും നടക്കുന്നത് ഞെട്ടിക്കുന്ന സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സൈക്കോളജിക്കലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരെ എത്ര, അവരുടെ വീട്ടിൽ ചിലപ്പോൾ കുടിക്കുന്നുണ്ടോ വെക്കുന്നുണ്ടോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. നെയ്ബേഴ്സ് അയലക്കാരായിട്ടുള്ള ബന്ധങ്ങളും കുറഞ്ഞു വരികയാണ്. അപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് കൂടുതൽ വിജിലൻ്റായേ പറ്റൂ. പക്ഷേ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെക്കൂടിയൊരു ആശാ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അംഗൻവാടിയിലേക്ക് വല്ലപ്പോഴും ഒരു ആൾക്കാരൊക്കെ ഗൃഹസന്ദർശനത്തിനായിട്ടൊക്കെ വരും. അതല്ലാതെ അതിൻ്റെ വേറൊരാൾക്കാർ ഒന്നും തന്നെ കൃത്യമായിട്ട് വരുന്നില്ല. വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഗൃഹസന്ദർശനങ്ങൾ വളരെ കൃത്യമായി നടത്തും. അവർ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ഗൃഹസന്ദർശനം നടത്തി ആ കുഞ്ഞിന് അവിടെ വസിക്കാനുള്ള എക്യുപ്ഡാണോ പാരൻസ്, അല്ലെങ്കിൽ കുഞ്ഞിനെ പരിപാലിക്കാൻ ആ പാരൻസ് എക്യുപ്ഡാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കുഞ്ഞിനെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിനെ അവരെടുത്തു കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാഴ്ചപരിമിതി ഇല്ലാത്ത ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ പോലും നോക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പിന് അതിനെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മിഷനറിയെ എത്ര കണ്ട് മോശമാണ് നമ്മുടെ മെഷീനറി എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ടൈംലി ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 കുഞ്ഞ് ജീവനുകളുണ്ടായിരുന്നു. കാഴ്ചപരിമിതിയുള്ള അച്ഛനും അമ്മയുടെയും ജീവിതമൊക്കെ ഇത്രയായി. ആ കുഞ്ഞുങ്ങളിങ്ങനെ പെൺകുഞ്ഞിങ്ങനെ ആ CCTVയിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു, വിഷ്വൽസൊക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. അതുപോലും വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അവരുടെ ഡ്രീംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാനോ വേണ്ട രീതിയിൽ സ്കൂളിംഗ് കൊടുക്കാനോ ഒന്നും സാമൂഹ്യക്ഷേമ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ എത്ര ജന്മങ്ങളുണ്ടാവും.
അപ്പോൾ ഇനിയും ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത്. ഇതുപോലെ അതിസങ്കീർണമായ മാനസിക മനോവ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ സഗൗരവം നമ്മുടെ ഭരണകൂടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനപ്പുറത്തായിട്ട് വിഷാദം എന്നൊരു രോഗത്തിന് അടിമപ്പെടുന്ന രക്ഷിതാക്കളുടെ മക്കളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുക, അതൊരു സ്റ്റിഗ്മയായി കണക്കാക്കി പുറത്തേക്ക് ഇറങ്ങാണ്ട് അവസാനം വലിയ വലിയ കൊലപാതകങ്ങളിലും മരണങ്ങളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷത്തിന് ഒരു മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് വേണം, സന്തോഷത്തിനും കൂടി ഒരു വകുപ്പ് വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പും മറ്റനുബന്ധ വകുപ്പുകളൊക്കെ കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു കൂടിയാലോചന നടത്തി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ, മിനിമം സന്തോഷത്തോടു കൂടി ഫുഡ്, ക്ലോതിങ് ആൻഡ് ഷെൽട്ടർ അതുപോലും ഇല്ലാണ്ടാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്തത്. ഒരു കാഴ്ചപരിമിതി ആയിട്ടുള്ളൊരു ആൾക്കാരോട് ഒരു മിനിമം നീതി നമ്മൾ കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് വേണ്ട നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.